നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോക്കി എന്ന് നമ്മൾ വന്നിട്ട് കയ്യിൽ സാധാരണ രീതിയിൽ കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ വെട്ടാൻ വരികയെ വടി കൊണ്ടൊക്കെ തലയ്ക്കൊക്കെ അടിക്കാൻ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ വന്നിട്ട് ഈ വിരലുകളുടെ ഇടയിലായിട്ട് മർമ്മസ്ഥാനമുണ്ട്. ആ മർമ്മസ്ഥാനത്തിന് കവിളിക്കാലം എന്നൊരു മർമ്മസ്ഥാനമാണ് സ്ഥിതി ചെയ്യുന്നത്. കവിളിക്കാലം അത് കവിളിയുടെ രീതിയാണ് നമ്മുടെ ശരീരത്തിൽ കൈകൾക്ക് ഇരിക്കുന്നത്. അപ്പോൾ കവിളിക്കാലം എന്നുള്ളൊരു മർമ്മസ്ഥാനമാണ്. ആ മർമ്മസ്ഥാനത്തിൽ നമ്മൾ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ കയ്യിലിരിക്കുന്ന കത്തി അതുപോലെ വടി കൊണ്ട് ഏത് സാധനം കയ്യിലുണ്ടെങ്കിലും താഴെ വീണ് പോവുകയും നമ്മൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ആ മർമ്മസ്ഥാനത്തിൽ ഒരു പെട കൊടുത്തിട്ട് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം കേട്ടോ. ഞാൻ ഓടിപ്പോകാന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു രീതിയിൽ ഫൈറ്റ് ചെയ്യാതെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒന്ന് ആ മർമ്മസ്ഥാനങ്ങളിൽ ഇങ്ങനെ വരുന്ന കത്തി കൊണ്ടോ എന്തിങ്ങോട്ട് വരുമ്പോൾ ആ മർമ്മസ്ഥാനത്തിൽ പിടിച്ചുകൊണ്ട് എങ്ങനെ തൊടുമ്പോൾ തന്നെ ആൾ താഴ്പോണം വേണ്ട. അപ്പോൾ അതിനെ തട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ടച്ച് ചെയ്തിട്ട് ഓടിപ്പോക. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, നമുക്ക് അദ്ദേഹത്തിനെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇടിച്ചിട്ട് കൈ കൊണ്ട് ഇടിച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് രക്ഷപ്പെടേണ്ട രീതികളുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ളത് വേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ കഴുത്തിൽ നോക്കിയാൽ ഇങ്ങനെ കഴുത്തിലൊക്കെ പിടിക്കാനെന്നിരിക്കട്ടെ, പിടിച്ച നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാലുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ചവിട്ട് കൊടുക്കാം. ഇന്ന് ശേഷം എന്താണ് നോക്കിയേ, ഇത് കണ്ട, എന്നിട്ട് വേണമെങ്കിൽ ഒരു ഒറ്റ ചവിട്ട് കൊടുക്കാം. കാലുകളിൽ എവിടെ വേണമെങ്കിൽ ചവിട്ടാൻ പറ്റുന്ന രീതിയാണ് കണ്ടാ. അപ്പം നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് രക്ഷപ്പെടാൻ നമുക്ക് പല രീതിയിലുണ്ട്. പക്ഷെ മർമ്മസ്ഥാനങ്ങളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ശരീരത്തിൽ അനക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശരീരം കൊണ്ട് നമുക്ക് കത്തിയോ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് വീഴ്ത്തിക്കൊണ്ട് നമുക്ക് കാലുകൊണ്ട് പെട്ടെന്ന് കിക്ക് ചെയ്ത് ആളെ വീഴ്ത്തിയിടാൻ പറ്റും. നമ്മൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. നന്ദി, നമസ്കാരം.